ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഇൻ എ വോൾ സ്ട്രീറ്റ്. അപ്പം നമ്മളിന്നൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ട്രേഡ് എടുത്തതിൻ്റെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ട്. നമ്മളിപ്പോൾ ഇന്നൊരു 9 രൂപ വെച്ചെടുത്തൊരു ട്രേഡിന് 9,000 രൂപ വെച്ചെടുത്തൊരു ട്രേഡിൻ്റെ അകത്ത് 4,300 രൂപ അടുത്ത് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ട്രേഡിൻ്റെ ജസ്റ്റ് ഒരു ലോജിക് എക്സ്പ്ലനേഷനാണ്. നമുക്കെങ്ങനെ എൻട്രി കറക്റ്റായിട്ട് അവിടെ കിട്ടിയെന്നും എക്സിറ്റ് നമ്മൾ എവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നതും അതിൻ്റെ പിന്നിലുള്ള റീസണും മാത്രം കാണിക്കുന്നൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ശരിക്കും നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കുകയാണ്. 23,510 അതിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ എൻട്രി എടുത്ത് നമ്മൾ ഏകദേശം 12:35 ആയപ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. എന്നിട്ട് കറക്റ്റ് നമ്മളിത് ഇവിടെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ 23,590 അടുത്ത് അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 1-1:30 ആയപ്പോഴത്തേക്കും നമ്മളത് ഇവിടുന്ന് ട്രേഡ് എക്സിറ്റ് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ ശരിക്കും ഈ ട്രേഡ് പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രീവിയസ് ആയിട്ട് എന്നും നമ്മൾ വൈകുന്നേരം മാർക്കറ്റ് അനലൈസ് ചെയ്യാറുണ്ട്, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രീവിയസ്ലി ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ക്യാൻഡിലിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കുള്ള ആക്ടിവിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മളിവിടെയായിട്ടൊരു ഓർഡർ ബ്ലോക്ക് കണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഏറ്റവും താഴെ വന്നിട്ട് അവിടുന്ന് തിരിച്ച് റീട്രേസ് ചെയ്ത് കയറി പോയപ്പോഴത്തേക്കും സെയിം കാണിച്ചു തരാം, അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഓർഡർ ബ്ലോക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു മൈനർ ഓർഡർ ബ്ലോക്ക് കിടപ്പുണ്ട് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അകത്ത്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരൊറ്റ അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പം തിരിച്ച് ഓർഡർ ബ്ലോക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് അവിടെ എക്സിക്യൂട്ട് ആവാത്ത ഓർഡറുകൾ കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് മാർക്കറ്റ് തിരിച്ച് വരുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ കറക്റ്റ് ആ ഓർഡറുകളെല്ലാം എക്സിക്യൂട്ട് ആവുകയും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സലാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാർക്കറ്റ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ അടുത്തെത്താറായി. ഇവിടെയായിരുന്നു നിന്നിരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇവിടുന്ന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയില്ല. അപ്പം എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സലാവുക എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും രൂപയൊന്നും എനിക്ക് റിസ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഏകദേശം ഇവിടെയാണ് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടന്നിരുന്നത്. അതാണ് ഞാൻ ആ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും എൻട്രി എടുക്കാമെന്നുള്ള രീതി ഓർത്താണ് ഇരുന്നിരുന്നത്. അങ്ങനെ രാവിലെ തൊട്ട് ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻട്രി കിട്ടിയപ്പോഴത്തേക്കും തന്നെ നമ്മൾ ആ വരച്ചിട്ടേക്കണ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അവിടെ കറക്റ്റ് വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് കൊണ്ട് റിവേഴ്സലാവുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കറക്റ്റ് എൻട്രി എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് 5 മിനിറ്റിൽ നമ്മൾ സാധാരണ ട്രേഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും 1 മിനിറ്റ് ക്യാൻഡിലായിട്ട് മാറ്റിയിട്ടായിരിക്കും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1 മിനിറ്റ് ക്യാൻഡിലിൻ്റെ അകത്ത് തന്നെ ഇവിടെ ഒരു മൈനർ ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓർഡർ ബ്ലോക്ക് മൈനർ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് താഴ്ത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന മാർക്കറ്റ് ഇവിടെ തന്നെ തിരിച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് തിരിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് എങ്ങനെ വേണം ബിഹേവ് ചെയ്യാം, വേണമെങ്കിൽ ഇവിടുന്ന് പിന്നെയും തിരിച്ച് താഴ്ത്തിട്ട് തന്നെ പോരാ, എന്നിട്ട് ഇവിടെ ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് കയറിപ്പോകും. അപ്പോൾ എന്തും ആവും, നമുക്കൊന്നും നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യണ പോലെയല്ല. നമ്മൾ എന്താ പറയണ്ടേ, അതിൻ്റെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് നമ്മുടെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്നത് ഈ സെയിം പോയിന്റിലായിരുന്നു. ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരുന്നത്. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് ഞാൻ വെച്ചിരുന്നത് ഇവിടെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പം നോക്കിയിരുന്നു ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് വന്നിട്ട് ഇത് ഇവിടെയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്കൗട്ട് വന്ന് മുകളിലോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായി മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ള ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് റീട്രേസ് ചെയ്തു. പിന്നെ അതിന് ശേഷം മുകളിലോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഞാൻ സൊമാറ്റോ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഓർഡർ എടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ എനിക്ക് ഒരു ഓർഡർ അടിച്ചപ്പോൾ ഞാൻ എടുത്തു. അതിന് ശേഷം സൊമാറ്റോയിൽ അടുത്ത ഓർഡർ അടിച്ചപ്പോഴത്തേക്കും ക്യാൻസൽ ചെയ്ത് വിട്ടു. അപ്പോൾ കാര്യം ട്രേഡിൻ്റെ ഇവിടെ നിൽക്കും, തിരിച്ച് പോരുവാണോ അത് എക്സിറ്റ് ചെയ്യണോ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അടുത്ത ഓർഡറും കൂടെ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ ഇവിടുന്ന് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് കറക്റ്റ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ ക്യാപിറ്റലിൽ ഏകദേശം ഒരു 47-48% പ്രോഫിറ്റ് കിട്ടി. നമ്മളത് ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം ഇത്രയും പ്രോഫിറ്റ് കിട്ടിയേനെ, ഏകദേശം ഇരട്ടിയുടെ മേലെ പ്രോഫിറ്റ് കിട്ടിയേനെ. പക്ഷേ അത് നമ്മളൊരിക്കലും മാറ്ററല്ല. നമ്മളിപ്പം നമ്മുടെ ഒരു ക്യാപിറ്റൽ കൊണ്ട് നമുക്കൊരു നല്ലൊരു മോശമല്ലാത്തൊരു റിട്ടേൺ ഈ ഒരു ദിവസത്തെ ട്രേഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളതിൽ ഹാപ്പിയാകുക. ഇതിന് കിട്ടാത്തൊരു കാര്യത്തെ കണക്ക് കൂട്ടി നോക്കിയിട്ട് അയ്യോ അത്ര നഷ്ടം വന്നല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരിക്കലും ട്രേഡിൽ ചോദിച്ച കാര്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഇന്ന് ഹാപ്പിയായിരുന്നു. ഇത്രയും ഒരു പ്രോഫിറ്റ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ശരിക്കും എടുത്ത ഒരു ഓർഡർ ബ്ലോക്കിന് നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ക്യാൻഡിലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് കൃത്യമായിട്ട് കണ്ടൊരു ഓർഡർ ബ്ലോക്ക്. ആ ഓർഡർ ബ്ലോക്ക് വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് റിവേഴ്സലാകാൻ സാധ്യതയുണ്ടെന്ന് ഓർത്ത് അവിടെ നമ്മൾ ട്രേഡ് എടുത്തു. ട്രേഡിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കിടക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ചിലപ്പം റിട്രേസ് ചെയ്യുക അങ്ങനെ ഓർത്തുകൊണ്ടാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിന്ന് ട്രേഡ് എടുത്തിരുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ ഞാനീ പറഞ്ഞത് ശരിക്കും കുറേ കാലം കൊണ്ടാണ് ഞാൻ ഈ ഓർഡർ ബ്ലോക്കും അല്ലെങ്കിൽ പുൾ ബാക്ക് ഹാൻഡിലും അല്ലെങ്കിൽ ലിക്വിഡിറ്റിയും അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു വന്നത്. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ഇതിപ്പോൾ എനിക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം, എങ്ങനെ പഠിപ്പിച്ച് തരണം എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് എനിക്ക് പഠിപ്പിച്ച് തരണം അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്. അപ്പം ഞാനിപ്പം ഫുൾ ടൈം ട്രേഡർ അല്ല. ഞാൻ ഒരു ചെറിയ ക്യാപിറ്റൽ വെച്ച് എനിക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യും. ബാക്കിയുള്ള ടൈം സൊമാറ്റോ പോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ ട്രേഡ് എടുക്കുന്ന ദിവസങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ ആ സമയത്ത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ട്രേഡിൻ്റെ ലോജിക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക, എൻ്റെ അറിവുകളും കാര്യങ്ങളും ടൈം കിട്ടുന്ന അനുസരിച്ച് ഒരു വീഡിയോ പോലെയാക്കി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മളിതിൽ സക്സസ് ആകാനായിട്ട് ഞാനിന്ന് പറഞ്ഞ ഈ ഒരു കാര്യമോ അല്ലെങ്കിൽ വേറെ ഏതൊരു ചാനലോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളൊന്നും കൊണ്ട് ഒരിക്കലും നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡർ ആവാൻ പറ്റത്തില്ല. ഇതിൽ ശരിക്കും റിസ്ക് മാനേജ്മെൻറ്റും ഇമോഷണൽ മാനേജ്മെൻറ്റും ക്യാപിറ്റൽ മാനേജ്മെൻറ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അതിൽ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒരു കൊല്ലത്തോളം ഒരു കൊല്ലമൊക്കെ ഏറ്റവും കുറഞ്ഞ കേട്ടോ, ഒരു കൊല്ലത്തോളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ പറ്റും, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകാനായിട്ട് പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ ഇനിയൊരിക്കലും ഞാനിങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഡെയിലി ട്രേഡിങ്ങിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അത് ഗ്രീഡ് വളർത്തുന്ന ഒരു കാര്യമാണ്. 10,000 കൊണ്ട് 5,000 ഉണ്ടാക്കുന്ന ഒരു മേഖലയുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അറിയാണ്ട് പിന്നെയും കുറേ ആൾക്കാർ എടുത്ത് ചാടും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടുകളൊന്നും ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നതും പെട്ടെന്നൊരാൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നിട്ട് എന്തൊക്കെയോ കുറേ പറയുന്നു, അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ട്രേഡ് എടുത്തതെന്നൊക്കെയുള്ള ഒരു ചെറിയൊരു ബോധ്യം വരുത്താൻ വേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഞാൻ എനിക്കറിയാവുന്ന ബാക്കി കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഞാൻ വീഡിയോ ഇടും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ പറഞ്ഞാൽ ഞാനത് തിരുത്തുക തന്നെ ചെയ്യും. അതല്ലെങ്കിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കി പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.